ഹായ് ഫ്രണ്ട്സ്, ഈഷ സ്പൈസി ടേസ്റ്റി ഹോളിലെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ടും കടലയും കൂടെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കുന്നത് കേട്ടോ. സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം വായോ, നമുക്ക് ഈ ഒരു അടിപൊളി തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഒന്ന് പൊടിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു വത്തലമുളക് ഞുറുക്കിയതും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് അതൊന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊട്ടി വന്നതിന് ശേഷം ഞാനൊരു മീഡിയം സൈസുള്ള ബീട്രൂട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബീട്രൂട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഉപ്പ് ആവശ്യമനുസരിച്ച് ചേർക്കാം. കടല ഓൾറെഡി വേവിച്ചെടുത്തിട്ടുണ്ട്, നമ്മൾ കടലയും കൂടെ ചേർക്കുന്നുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 1 കപ്പ് കടല തലേദിവസം കുതിർത്ത് വെച്ചതിന് ശേഷം ഞാൻ കുക്കറിലിട്ട് അടിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ചേർത്തത്. ഉപ്പും കൂടെ ചേർത്ത് ബീട്രൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സി ജാറിലോട്ട് 4-5 കാന്താരി മുളകോ അല്ലെങ്കിൽ എരിവിനനുസരിച്ച് മുളക് ചേർക്കാം. ഒരു 4 ചെറിയ ഉള്ളിയും 2 പിടി ഫ്രഷായിട്ട് ചിരിയ നാളികേരം 1.5 ടീസ്പൂണോളം നമ്മൾ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പം. അതും കൂടെ ചേർത്ത് ലിറ്റിട്ട് ക്ലോസ് ചെയ്തതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബീട്രൂട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ലിറ്റ് ഓപ്പൺ ചെയ്ത് ബീട്രൂട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം നമ്മൾ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം അതെല്ലാം നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റിന് ശേഷം ഒന്ന് ലിറ്റ് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്യുക കേട്ടോ. 2 മിനിറ്റിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്യുക. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബീട്രൂട്ടും കടലയും കൂടെ ചേർത്തുള്ള ഈ ഒരു തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയുടെ ഫ്ലേവർ ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ തോരൻ റെഡി ആയതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് സർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഈ ഒരു രീതിയിൽ ആ ഒരു ചിക്കൻ മസാലയുടെ ഫ്ലേവറും കടലയും കൂടെ ബീട്രൂട്ടും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഈ ഒരു ഒറ്റ തോരൻ മാത്രം മതി കേട്ടോ നമ്മൾ ചോറ് കഴിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.